അടുത്തിരുന്ന് നീ വാവേനെ നോക്കലില്ല. അതിനെ പേടി അവൻ തൊട്ടെ എന്ത് തൊടുന്നതാ? ഒരു പേടിയും വേണ്ട. എന്താ മോൻ തൊട്ടെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിതാ നോമ്പ് ഓർക്കാൻ വേണ്ടി മിന്നുവിൻ്റെ അടുത്തേക്ക് പോവാ. സാധാരണ വാക്ക് കൊടുക്കുവാൻ ഒരു 5 മിനിറ്റ് നേരെ ഉള്ളവരും പോയിട്ട് വേഗം തിന്നിങ്ങ് പോരലാണ്. ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ വാക്കാനൊന്ന് സഹായിച്ചു കൊടുക്കുക, ഇല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ പോയി ജ്യൂസൊക്കെ അവിടെ പോയിട്ടൊന്ന് അടിക്കുകയൊക്കെ ചെയ്യാല്ലേ. കുറച്ച് നേരത്തെ പോവാ, വെറുതെ ലേറ്റ് ആക്കണ്ടല്ലോ. അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നോമ്പായാലോ ഇവിടെ കടയിൽ ഫുള്ള് സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഐറ്റംസ് അങ്ങ് കാണിച്ചു തരാം. സർവത്തെല്ലാം പുതിയത് വന്നിക്കില്ല, നാടൻ സർവത്ത. ആ ഇതാ നമ്മളെ നല്ല ഫ്രഷ് സർവത്താട്ടാ. നോമ്പിന് ഇനിയിപ്പോൾ നിങ്ങൾ മായം ചേർത്ത ഓരോന്ന് വാങ്ങി കുടിക്കണ്ട. ഇത് നല്ല ഫ്രഷ് സർവത്തുണ്ട്. വത്തക്ക, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സ്ഥലം പുല്ലാളൂര് തന്നെ, മച്ചക്കുളം ഇടുക്കപ്പാറ അല്ലേ, റോഡ് സൈഡിൽ തന്നെ. ഇങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം കട. ഇതാ റോഡ് സൈഡിൽ തന്നെ ഉള്ള കടയാട്ടാ. ഓക്കെ, കച്ചവടം ഉണ്ടാ? ആ നല്ല നാടൻ ഇതൊക്കെ സർവത്താണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സർവത്താണ്. ഓക്കെ, നല്ലോണം സർവത്ത് പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത ഒരു സർവത്ത് എനിക്ക് വെറുതെ വരുമെന്ന് എനിക്കില്ലേ. അപ്പോൾ ഇതാ തീർച്ചയായിട്ടും കാര്യം പറഞ്ഞ കേട്ടോ, സർവത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. ഇതിലോട്ട് പോകുമ്പോഴല്ലോ നല്ല ഒറിജിനൽ സർവത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാം. ഓക്കെ, നല്ല നാടനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. കുറേ കൊല്ലങ്ങളായിട്ട് സർവത്ത് ഉണ്ടാക്കി ഇപ്പോൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. വത്തക്കയും മാങ്ങയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് കട. ഓക്കെ, നിങ്ങൾ വലിയ വലിയ കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ കടകൾ മറന്നു പോകരുത് കേട്ടോ. വലിയ വലിയ സൂപ്പർ മാർക്കറ്റും ഇതും മാത്രമല്ല, നമ്മളെ ചെറിയ കടകൾക്കും കച്ചവടം കിട്ടണം അല്ലേ. അതെ, വിലക്കുറവിലാ വെക്കുന്നു. അതെ, എല്ലാം വിലക്കുറവിലാ വെക്കുന്നു. ആ കൈതച്ചൊക്കെ 60 ഉറുപ്പ്യൊക്കെ വെക്കുന്നു. ആ നിങ്ങൾ ക്ഷീണിച്ചല്ലോ നോമ്പെടുത്തിട്ട്. പഴയ ഉഷാർ തടിയൊന്നും ഇല്ല ഇപ്പൊ മുഖത്ത്. കുറഞ്ഞോ? ആ ഒന്ന് ക്ഷീണിച്ച പോലെ ഉണ്ട്. ഭക്ഷണം കുറവാ. ആ ഫുഡ് നല്ലോണം കഴിക്കണം നോമ്പെടുത്താല്. എന്നാ ഇൻഷാ അല്ലാ ഞാൻ പോയിട്ട് വരുന്നേ. ഞാൻ പന്നൂര് തുറക്കാനാടൊക്കെ പോവുക. ആ അല്ല, ആടെ കുഞ്ഞനെയും കാണണം, ഓനൊരു സാധനം കൊണ്ടു കൊടുക്കാനുണ്ട്. ഇൻഷാ അല്ലാ. അപ്പൊ സർബത്താരും മറന്നുകൊണ്ടിട്ടാ. നമുക്കൊരു ചെറിയ വാങ്ങി ഇറക്കണ്ടായിനോ? ആ ഇറക്കണം. അത് നോമ്പിന് തന്നെ നല്ല കിട്ടും. നല്ല കിട്ടും. ചെറിയത് മതി, നിങ്ങൾക്കൊണ്ട് കഴിയുന്നേ മതി. ഒരു നമുക്കൊരു മോർക്കുട്ടനെ വാങ്ങിയാലോ. എത്ര പൈസ ഉണ്ടാവും? മോർക്കുട്ടനാ പോരെ. മോർക്കുട്ടനാണ് വില അറിയുക. പോത്തിന് പഠിക്കാനാവില്ല, പോത്തിന് എടുക്കാനാവില്ല. എത്ര വില ഉണ്ട് മോർക്കുട്ടന്? മോർക്കുട്ടന് നമുക്ക് ഒരു 100 കിലോ ഉള്ളു വേണോ? കാണോ എങ്ങനെയാ കൊടുക്കേണ്ടി ഉണ്ടെങ്കിലേ ഫോൺ കൊടുക്കേണ്ടി ഉണ്ട്. അല്ല, ഏകദേശം എത്ര വിലയാവും? ഒരു 100 കിലോ ഉള്ള ഒരു മോർക്കുട്ടൻ ഇപ്പം വാങ്ങണം. ഒരു 26, 27, 28 ഉറുപ്പ്യ കിട്ടും. പോത്താകുമ്പോൾ വലിയ വില. പോത്താകുമ്പോൾ അതിന് 35, 40 ഉറുപ്പ്യ വില വരും. 35 ഉറുപ്പ്യ കുറയൂല. അതെ, എന്തായാലും നോക്കട്ടെ. പൈസ നോക്കി അങ്ങനെ മതി. അല്ല നിർബന്ധമല്ല, ചെയ്യണമെന്നുണ്ട്. ഹോസ്പിറ്റലിലെ കുറച്ച് കടങ്ങളുണ്ട്, അത് തീർക്കാണ്ട് ചെയ്യണം. ഒഴിവുണ്ടെങ്കിൽ മാത്രം മതിയാണ്. ഇപ്പൊ ഒരു വർക്കത്താണ് നോമ്പ് കഴിഞ്ഞാൽ അതിന് വേറെ ഒന്നാ. കൂലി കിട്ടൂല. നോക്കട്ടെ, 500-600 നോമ്പ് എടുക്കുന്നവർ കിട്ടിയാൽ അല്ലാന്നറിയൂല. അതെ അതെ, നോക്കുക. എന്നാ പോയിട്ട് വരുന്നേ. സർബത്താരും മറന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ലൈറ്റ് ഏതാ? ആ അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഷമാം ജ്യൂസാണ് കേട്ടോ. ഇവിടെ പകുതി മതിയോ? ഇത് കത്തിയടിയല്ലേ അങ്ങാണല്ലേ. എന്താ ഞാൻ കൈൻ്റെ ആ
തുണി എടുത്ത് കളിയോ? മൂത്തേക്ക് വെക്കുക. തുണി കുറച്ച് താഴോട്ടാക്കണോ? അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ പുതിയ റിമോട്ടുള്ള ഫാനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ആരായിപ്പോയില്ലേ? റിമോട്ട് ഇവരൊക്കെ ഹൈ ലെവലായിട്ടോ. റിമോട്ടുള്ള ഫാനും എന്താ ചെയ്യാ, നന്നാട്ടെ അല്ലേ? നന്നാട്ടെ എല്ലാവരും, അതാ വേണ്ടി. അല്ല ആ ജ്യൂസിൻ്റെ മധുരം നോക്കോ ഇനി? ഞാൻ നോക്കി വന്നാണല്ലോ, നോക്കണോ അറിയണോ ഇല്ലല്ലോ. അപ്പോൾ ഇന്നലെ ആ വീഡിയോയിലെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞു കിട്ടോ, ഈ പിന്നെ തൊട്ടിലാ നല്ലത്, മറ്റേ തൊട്ടിലാകുമ്പോൾ മറിഞ്ഞു പോകുമോ എന്നുള്ള പേടി ഉണ്ടാവും. ഞാൻ പറയുന്ന അനുസരിക്കാണ്ട്. ആ അല്ല ഇപ്പം മനസ്സിലായി. ഞാൻ വിചാരിച്ചു അതല്ലേ കാണാനും കിടത്താനുള്ളതാണല്ലോ സുഖം. നായീരെ കടുത്താൻ എനിക്ക് പിടിച്ചാലാണോ, പക്ഷെ പിടിച്ചാലാ കുറച്ചും വലിയ ആയാലും. ഈ തൊട്ടിൽ മിന്നു ഒറ്റക്ക് വാവേനൊക്കെ എടുത്തലുണ്ട് കേട്ടോ. എടുക്കുകയൊക്കെ ഓള് തന്നെയാണ് ഒറ്റക്ക്. തുണി നമ്മൾ പ്രശ്നം അറിഞ്ഞില്ലേ, അതിന്റെ ചൂടും വലിപ്പായിനെങ്കിൽ അതന്നെ നല്ലത്. അതിങ്ങനെ തൊപ്പി പോലെ ആയോണ്ട് തല പുറത്തേക്കാവില്ല. അതെ അതെ. എന്നാ ഞാൻ പോയി. നോമ്പ് ഓർക്കാൻ സമയമായി. ബാവ ഒന്നാ ഞാനൊരു നോമ്പ് ഒഴിവാക്കില്ല. ഇനി അങ്ങനെ ഒരു അർത്ഥം വെച്ച് പറയല് പണ്ടെങ്ങാൻ എന്തോ ചെയ്തു പോയിക്കുണ്ടാവും. അതല്ല ഇപ്പൊ ഇനി അങ്ങനെ പറയണം. അത് ചെറുപ്പത്തിലുള്ളതല്ലേ. എന്താ ഫ്രണ്ട്സ് ഇന്നത്തെ തുറയാണ്. ഇത് കഞ്ഞിയാ? നോമ്പ് പാല് വായക്കോ? ഉണ്ട് ബ്രേക്കോട്ട് പോയിക്കോ. ആടെ ഇരുന്ന് റെഡിയാ? ഞാളെ കിട്ടുന്നുണ്ടോ? ഞങ്ങളെ കിട്ടുന്നുണ്ട് എന്തായാലും കിട്ടുന്നുണ്ടോ? എന്നെ എമ്മത്തിനെയും ഓടിപ്പിക്കണ്ടേ, കരയിപ്പിക്കണ്ട. അപ്പൊ നോമ്പൊക്കെ തുറന്ന് പിന്നെ കുറച്ച് നേരെ പിടിക്ക്. അങ്ങനല്ല ഇന്ന് കിട്ടുന്നുണ്ടോ നമുക്കൊരു സംശയം. കഴിഞ്ഞ വീഡിയോ പിന്നെ നല്ലോണം എടുത്തീനു. കിട്ടുന്നുണ്ട് ഉണ്ടോ? അപ്പൊ ഫ്രണ്ട്സ് ഊഹം വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോ ഉമ്മ വീഡിയോ വെക്കുന്ന മറ്റേ നമ്മളെ എന്തായാലും ഇപ്പോൾ നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ. കഴിഞ്ഞ വീഡിയോയില് കുറേ ആൾക്കാരെ കമൻറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഫാൻ ഓഫ് ചെയ്യണോ സൗണ്ട് കിട്ടുമോ, അപ്പോൾ അവനെ ഫുള്ള് പൊതിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചുമ പിടിച്ചൊന്നല്ല കേട്ടോ, തിന്ന എന്തോ തൊണ്ടയെ കുടുങ്ങിയിട്ട് ഇതായതാ. അപ്പോൾ ഓനെ ഈ ചൂടത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ പൊതിയാത്ത. നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളും പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഒരുപാട് ആൾക്കാർ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നമ്മളൊരു അല്ലേ സ്വന്തം ആൾക്കാരായിട്ടില്ല നിങ്ങളെല്ലാം പറയുന്നല്ലേ. പിന്നോ അതെ, അറിയാത്ത പറഞ്ഞുതരും ഒരുപാട് സന്തോഷം. എൻ്റെ മറ്റേ നെറ്റി പോകുന്നുണ്ടോ? ഇന്ന് രാത്രി ഓൻ ഉറങ്ങലുണ്ടാവില്ല അല്ലേ? ഇപ്പൊ ഉറങ്ങി ഞാൻ രാത്രി ഉറങ്ങാണ്ടിരിക്കാനുള്ള പരിപാടിയാണോ? ആണോ? അപ്പൊ വേറെന്താ നിങ്ങളെ വിശേഷം? എനക്ക് എന്ത് സുഖം തന്നെ. ലേശം ചോറ് കിട്ടിയിട്ടുണ്ട്, അത് കൊടുത്തങ്ങ് പോവായിരുന്നു. ഞാൻ ഇവിടെ രാത്രി നിക്കാത്തതിൽ എനിക്ക് പരിഭവം ഉണ്ടോ? ഓണ ഉറക്ക്. നാളെ പോകണ്ടോ? ഞാൻ നാളെ വരുന്നുണ്ട്. നാളെ എനിക്ക് വയനാട് പോകാനുണ്ട്, അതുകൊണ്ട് ഇന്ന് പോകണം. ഇവിടെ പോകാനില്ലാത്ത നേരം വരാം. അപ്പോൾ അവ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർക്ക് ഈ രാത്രി ഉറങ്ങൽ സീനാണ്. അപ്പോൾ ഇവര് തന്നെ ഇങ്ങനെ ഉറക്കൊയ്യലാണ്. ഇടയ്ക്ക് ഞാനും ഒന്ന് ഉപ്പ ഇരക്കൊന്ന് വരണ്ടേ അല്ലേ? അപ്പോൾ ഞാൻ വരുന്നിട്ടാ. നാളെ വയനാട്ടിൽ ഉറങ്ങാണ്ടെന്നാൽ പോലത്തെ ചുരങ്കാരും ഉറങ്ങിപ്പോയിക്കണ്ട നല്ല രസം ഉണ്ടാവും. എന്താ അഞ്ഞൂരി കറങ്ങാൻ പോന്നതല്ല, ഒരു ജോലി ആവശ്യാർത്ഥം പോന്നെ അല്ലേ? മറ്റേ നല്ല ഉറക്കില്ലാട്ടോ. റമീസേ നീ എടുത്തോ, നീ ഞാളല്ലേ എങ്ങനെച്ചാരെ പിന്നെ ഞാടെ നിന്ന് തിന്നുന്നേ. നിങ്ങൾ രഹസ്യമായിട്ട് എന്തോ ഉണ്ടാക്കിക്കോ. ഇങ്ങോട്ടോ ഇവിടെ ഇരിക്കേ. റമീസിനല്ല ഇതെന്ത് നിങ്ങളാ വെച്ചല്ലേ ഇവിടെ?
കക്കോല് വരെ ആക്കി. ഇനി അതിന് കമന്റ് വരും. അല്ല നല്ല നീളം ഇട്ടാ. ഇനി ബാസ്കറ്റ് കുറച്ച് അടുത്തിരുന്ന് ഇനി വാവേനെ നോക്കലില്ല. ഓന് പേടിയാ, തൊടാൻ പേടിയാ. അതിനെ പേടി തൊട്ടെ എന്ത് തൊടുന്നതാ? ഒരു പേടിയും വേണ്ട. തൊട്ടിലാട്ടു തൊടുത്താല് എന്താ ഇപ്പൊ വാവേന്റെ മോൻ തൊട്ടെ ഒരു ഉമ്മ കൊടുക്ക്. ഓന് ഇഷ്ടമല്ല ഒരു ഉമ്മ കൊടുത്തേ. എന്താ ഇതെന്താ അമ്മാവാണ് ഇവനെന്ത്? ഇതിനൊക്കെ എന്റെ മാമൻ ഇന്നെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ഉമ്മ എന്നില്ല. അത് പ്രശ്നമില്ല, ഒരു ഉമ്മൊന്നും പ്രശ്നമില്ല അല്ലേ? നമ്മള് പുറമക്കാരെ കൊണ്ടൊന്നും കൊടുപ്പിക്കുന്നില്ല. എന്നാ ഒന്ന് ഒറ്റ ഒന്ന് ഒന്നുമില്ല. ചെറുങ്ങനെ ഇതാ ഇങ്ങോട്ടോ. വാ വാ. എന്തിനാ കുറവുണ്ടാ? ഒരു പ്രാവശ്യം വാ. അത് പ്രശ്നമില്ല, ഞാനില്ല ഇവിടെ. മെല്ലെ ഒന്ന് നല്ല ഓന് ഇഷ്ടമില്ല. ഓന് ഉറങ്ങുന്ന എല്ലാരും കൊടുക്ക്. ഇവിടെ നെറ്റിയോ കൊടുക്ക്. ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇല്ലേ? ഓനെ ഇനി എടുക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഓൻ വലുതായി ഇപ്പൊ. ഓനൊന്ന് ചുമച്ചാലോ ഓന് പേടിയാ. ഞങ്ങളെ വിളിച്ചോട്ട് എന്തിനാ ഓവന് പേടിക്കുന്നല്ലേ? ഓവല്ലേ? ഞാനും ആദ്യമായിട്ടാ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുന്നത്, ചെറിയ കുട്ടികളാ. എനക്കും ആദ്യം പേടിയായി. ഓർമ്മ നമ്മള് വീട്ടിൽ പോയാലോ കാണാന്, നിങ്ങള് മേക്സി ഒക്കെ കൊടുക്കുന്നേ ഒരാൾ സ്ഥലത്ത് പോയില്ലോ. ആടെ പോയിട്ട് വാവൻ നമ്മളെ അടുത്ത് കൊരായി കൊണ്ടുപോയി കാണിച്ചാന്ന്. മടിയിൽ വെച്ച് പറയാന്ന്. അപ്പം വേണ്ട വേണ്ട ഞാൻ പേടിയായിട്ട്. പേടിയായിട്ട് പറഞ്ഞാല് അത് പരിചയല്ലല്ലോ. നമ്മളെ ഭാവിയാകുമ്പോ നമുക്ക് ധൈര്യത്തിൽ എടുക്കാം. നമ്മളാണല്ലോ വേറൊരാളെ കുഞ്ഞിനെ നമ്മളെടുത്ത് കരയാൻ നോക്കുമ്പോ വേചാറല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെ ഇനി നമുക്ക് ധൈര്യമായി അല്ലേ? കുറ്റനെ എടുത്തിട്ട് ധൈര്യമായി. അങ്ങനല്ലേ? ഓനൊന്നും കേൾക്കുന്നില്ല, ഓനെ അറിയുന്നില്ലല്ലോ. ഓനെ എടുത്ത് വീഡിയോ എടുക്കുന്ന നാളെ വലുതായ ചോദിക്കും അല്ലേ? എന്നെ ചെറുപ്പത്തിൽ ഉറങ്ങിക്കിടത്തിയിട്ട് നിങ്ങള് വീഡിയോ എടുത്തല്ലേ ചോദിക്കോരോ. ഓന് ഇന്നലൊക്കെ റമീസൊക്കെ എണീച്ച അന്നേരം നല്ല കളിയാ. രാത്രി 2 മണിക്ക്. 2 മണിക്ക്. ഇവൻ നൈറ്റ് ഔട്ടിന്റെ ആളാല്ലേ? ഞങ്ങൾ പുറക്ക് നോക്കിട്ട് ഞങ്ങള് മിണ്ടാണ്ട് എന്തോ ഇങ്ങനെ ആന്നൊക്കെ പറയണ്ട്. അപ്പൊ കരിയ ഓനെ മൈൻഡ് ആയിട്ട് ഞങ്ങൾ ഉറങ്ങി സമ്മതിക്കുന്നില്ല ഇപ്പൊ പറയുന്നത്. എന്തൊക്കെ കഥകളാ ഇവര് പറയുന്നേ. എന്റെ നഖംപട്ടുണ്ടേ? രാത്രിയല്ലേ, പകലാന്നോ? ഇവര് കടികളെല്ലാം എടുക്കുന്നതിന് ലൈറ്റ് ഓഫ് ചെയ്താ ഞാൻ. വെറൈറ്റി ചിക്കൻ വെളിച്ചെണ്ണ പൊരിച്ചതാ. എന്തില്ല പച്ചവെള്ളത്തിലാ? പത്തിരി ഒന്ന് മടുത്ത. ഒരു ടയർ പത്തിരല്ല എപ്പാലൊന്ന് കിട്ടുക. ഒന്ന് വടകര പോണം, അതാടെ കിട്ടും അല്ലേ? പക്ഷെ ടയർ 10 ഇല്ലെങ്കിൽ പിന്നെ 10 വേറെ ഒന്നും നടക്കൂല. നിങ്ങളെ വീട്ടിൽ നിന്ന ചായ ഉള്ളത് അത് കരയുന്നയാ? അപ്പൊ ഗൈസ് റമീസ് ഇതാ പതിയെ നോമ്പ് കഞ്ഞി ഇതാ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് റമീസ കഞ്ഞി? ഇത് വേറെ കഞ്ഞിയാ? ഇത് പഴങ്കഞ്ഞിയാ മീസ? ഞാനൊരു സ്പെഷ്യൽ കഞ്ഞി കൊണ്ട് തരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്തേന്. ഇതിലുള്ള അല്ലെങ്കിൽ അകത്താക്കിയതാ? ഒന്നേനുള്ളൂ. ഞാൻ വെച്ച് പ്ലേറ്റ് നിറച്ച് എന്തോ കൊണ്ടുപോകുന്നു. ഇനി വല്ല ആക്കത്തിൽ ഇങ്ങനെ തിന്നേ ആളിയാൻ വരുമാനൊക്കെല്ലാം തീർക്കണം എന്ന് പറഞ്ഞിട്ട് നിനക്കോ കിട്ടിയിട്ടില്ല. എനിക്ക് പകുതി അടിച്ചത് ഇതാ കിട്ടിയേ. ഞാൻ വളർത്തിയതാ.
രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു വീടിന് വേണ്ടി രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മിന്നുവിൻ്റെ ഉപ്പയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷർട്ട് ഇടാത്തതുകൊണ്ട് അധികം സൂം ചെയ്യുന്നില്ല. തീ കത്തിക്കുന്ന ഞങ്ങള് തൊഴിഞ്ഞിട്ടില്ലേ? കഞ്ഞിയും കുടിച്ച് കുത്തിരിക്കുന്ന ഈ ചെറിയോനെല്ലാം എന്തെങ്കിലും ഒന്ന് അറിയോ? കഞ്ഞി കുടിക്കണോ ഉറങ്ങണോ? ഞാനേ ഒന്ന് വടകര നോമ്പ് തുറക്കാൻ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ നോമ്പായാലോ? എല്ലായിടത്തിലും ഒന്ന് കറങ്ങാം. കുടുംബക്കാരാടല്ലോ. എന്താ കുടുംബം എന്താ പുലർത്തുകയും ചെയ്യാം. ഓരോ ദിവസം ബുക്കിംഗ്. ഉച്ചക്ക് ഇനി അങ്ങനെ ആകുമ്പോ ഉച്ചക്കെല്ലാം ആയിട്ട് ഇനി ഈമാനില്ലാത്ത വർത്താനം പറയാന്ന്. ശരി, റമദാൻ മാസം എങ്ങനെയാ പറയാ? അല്ല ഉച്ചക്ക് ഇനി തിന്നുന്നുണ്ടെങ്കിൽ തന്നെ രഹസ്യമായിട്ട് തിന്നോന്നല്ലാണ്ട് അല്ലേ മീസ? നമ്മളെ പോലെ ഈമാനുള്ള ആൾക്കാരുകൾ അധിക്ഷേപിക്കുന്ന അങ്ങനെ ഞാൻ വിചാരിച്ച് ഉച്ചക്ക് അതിന് എവിടെ എനക്ക് ഇറങ്ങിക്കൂടാ. പണ്ടാന്ന് ഞാൻ മെല്ലെ വാങ്ങാന്. ഇപ്പൊ നിങ്ങളെ യൂട്യൂബർ അല്ലേ ചോദിക്കും ആദ്യം. അപ്പൊ എവിടെയും പോയിക്കൂടാ, കുടുങ്ങിയിട്ടുള്ള. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഹിന്ദി ബീഹാറിലാറ്റാൻ എന്ത് അത് പിന്നെ പൊലിച്ചക്കൊക്കെ തന്നെ തികയുന്നില്ല. പിന്നെയാ ഇപ്പൊ ഗൈസ് നമുക്കൊരു 500 റുപ്യ കിട്ടിയിട്ടുണ്ട്. 500ന്റെ നോട്ടൊക്കെ കണ്ട കാലം മറന്ന്. ഇങ്ങനെയല്ലേ റമീസിന്റെ അടുത്ത് ഇപ്പം പൈസ ഉള്ളു. റമീസ് എനിക്ക് എനക്ക് സക്കാത്തൊന്നും ഇല്ല. ഇഞ്ചേരത്തെ ഇപ്പൊ 500 ഉള്ളു. നമ്മൾ 250 നിക്കുക. ഗൂഗിൾ പേ ആക്കണം എന്ന് പറഞ്ഞ് തന്നെയാ. നല്ല ബീഫും ഓ ഇന്നലെ അടക്ക വിറ്റ പൈസ ഉണ്ടേനു. അതിൽ അയക്കാം. ആരതാന്നൊന്നും ചോദിക്കരുത്, ആരെങ്കിലും. അപ്പൊ ഗൈസ് ഞാൻ നമ്മളെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. ഫുഡൊക്കെ പാർസൽ ഇങ്ങോട്ട് എത്തിയാ. എന്താ ഫുഡ് പാർസൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ വയറിപ്പം നിറഞ്ഞിക്കേ. അവിടെ എന്തെല്ലോ തിന്നിച്ചാ വന്ന. ഓക്കെ, എന്നാ പിന്നെ ഉറങ്ങട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു നോക്കിട്ടോ. ആർക്കെങ്കിലും ഗസ് ഉണ്ടോ അതെന്ത് കാര്യമായിരിക്കും എന്നുള്ള എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, നാളെ പറയാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.